അനധികൃതമായി സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിന് വ്യാജ കെട്ടിട നമ്പർ ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ നേടിയതായി ആക്ഷേപം. അമരമ്പലം പഞ്ചായത്തിൽ 4-ാം വാർഡിലെ പന്നിക്കുളത്തിൽ ഉൾപ്പെടുന്ന 21,638-ാം നമ്പറിലുള്ള ഉപഭോക്താവിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഏകദേശം 4 വർഷം മുൻപാണ് കാരക്കുളം പാടശേഖര സമിതിയുടെ പന്നിക്കുളം ഭാഗത്ത് സ്വകാര്യ വ്യക്തി പാടത്ത് മണ്ണിട്ട് തന്നിഷ്ടപ്രകാരം വീട് നിർമ്മിച്ചത്. തുടർന്ന് കെട്ടിട നമ്പറിനായി അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ പഞ്ചായത്ത് ആക്ട് പ്രകാരം ആവശ്യമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനെ തുടർന്ന് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ വീടിന് കെട്ടിട നമ്പർ നൽകാതിരിക്കുകയായിരുന്നു. തുടർന്ന് കെട്ടിട ഉടമയായ കുഞ്ഞാലൻ അബ്ദുൽ സമദ് കച്ചവടത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭിക്കില്ലെന്ന കാരണത്താൽ 4-ാം വാർഡിൽ തന്നെ തന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കെട്ടിടമായ 185-ാം നമ്പറിലുള്ള വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത തകർന്നു വീഴാറായ കെട്ടിടത്തിന്റെ നമ്പർ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് മുകളിൽ പതിക്കുകയായിരുന്നു. നിലവിൽ ഒരേ വാർഡിൽ ഉൾപ്പെടുന്ന അബ്ദുൽ സമദിന്റെ ഇരു വീടുകളും തമ്മിൽ 500ഓളം മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഈ ഒരു കാരണത്താൽ അബ്ദുൽ സമദ് അനധികൃതമായി നിർമ്മിച്ച വീടിന് നിലവിലുള്ള തന്റെ ഉടമസ്ഥതയിലെ കെട്ടിട നമ്പർ ഉപയോഗിച്ച് കറന്റ് കണക്ഷനായി പൂക്കോട്ടുംപാടം KSEB സെക്ഷൻ ഓഫീസിൽ അപേക്ഷ നൽകുകയും 10,480 രൂപ OIC അടക്കുകയും തുടർന്ന് KSEB അധികൃതർ അമരമ്പലം പഞ്ചായത്തിലേക്ക് രേഖകൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. എന്നാൽ 4-ാം വാർഡിൽ 185-ാം നമ്പർ പഴയ വീട് അബ്ദുൽ സമദിന്റെ പേരിൽ തന്നെ ആയതിനാലും ഈ കെട്ടിട നമ്പർ പ്രകാരം വീടിന് വൈദ്യുതി ഇല്ല എന്നും മനസ്സിലാക്കിയതോടെ കൂടുതൽ അന്വേഷണം നടത്താതെ അന്നത്തെ പഞ്ചായത്ത് അധികൃതർ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള രേഖകൾ KSEB അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. ഇത് പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ വീടിന് കണക്ഷൻ നൽകിയതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പരാമർശം. എന്നാൽ KSEB തരുന്ന രേഖകളിൽ പറയുന്ന കെട്ടിട നമ്പറും ഉടമസ്ഥനും ശരിയാണോ എന്ന് പരിശോധിക്കുക മാത്രമേ ചെയ്യാറുള്ളൂവെന്നും ഇവിടെ വിവാദമായ വീട്ടു നമ്പറും കറണ്ട് കണക്ഷന് അപേക്ഷ നൽകിയ ആളും ഒന്നായതിനാലാണ് ഇത്തരത്തിൽ അപാകത സംഭവിക്കാൻ കാരണമായിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഷ്യം. അതേസമയം പഴയ കെട്ടിട നമ്പർ മാറ്റുന്നതിനിടെ ഈ പ്രവൃത്തിക്കായി എത്തിയ ജീവനക്കാരാണ് വീടുകളിലെ നമ്പറിലെ വൈരുദ്ധ്യം മനസ്സിലാക്കിയത്. തുടർന്ന് അനധികൃതമായി നിർമ്മിച്ച വീടിന് നമ്പർ പതിക്കാതെ പോവുകയും പഴയ വീടിന് പുതിയ നമ്പർ പതിച്ചു നൽകിയതോടെയുമാണ് കെട്ടിടം ഉടമ നടത്തിയ പ്രവർത്തികൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിവാദമായ ഇരു കെട്ടിടവും ഇന്ന് അബ്ദുൽ സമദിന്റെ ഉടമസ്ഥതയിലില്ല. പകരം വ്യാജരേഖകൾ ചമച്ച് വൈദ്യുതി കണക്ഷൻ നേടിയ പുതിയ കെട്ടിടം 5-6 ആളുകൾ കൈമാറി പോയിട്ടുണ്ട്. പുതിയ ഉടമസ്ഥന് 3 മാസം മുൻപാണ് രജിസ്റ്റർ ചെയ്ത് നൽകിയത്. നിലവിലുള്ള കെട്ടിട നമ്പർ പ്രകാരം കെട്ടിടം സ്ഥിതി ചെയ്യുന്ന 8 സെന്റോളം സ്ഥലം മറ്റൊരു കുടുംബത്തിനും കൈമാറിയിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ നേടിയെടുത്തത് KSEB അധികൃതരെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും കബളിപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇരു വകുപ്പുകളുടെയും അധികൃതർ ഇത്തരം പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് തയ്യാറായിട്ടില്ല.